നാരായണ. ഓം ശ്രീ സീതാരാമചന്ദ്രാഭ്യാം നമോ നമ. ഓം ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേതായ ശ്രീരാമചന്ദ്രായ നമ. ഓം ധർമാർത്ഥ കാമമോക്ഷങ്ങളെ നേടുവാൻ രാമായണ കാവ്യം ചൊല്ലുന്നു ഞാനിഹ. ശ്രീരാമ സീത ഹനുമൽ സ്മൃതി വരാൻ ഭക്തനായി കാൽക്കൽ നമസ്കരിക്കുന്നു ഞാൻ. ശ്രീ ഗുരുവായൂരപ്പ. ശ്രീരാമൻ്റെ, സീതയുടെ, ഹനുമാൻ്റെ, ലക്ഷ്മണൻ്റെ, ഭരതൻ്റെ, ശത്രുഘ്നൻ്റെ എല്ലാം ഭാവങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഈ 4-5 ഭാവങ്ങൾ നമുക്കുണ്ടാവുകയാണെങ്കിൽ വേറെ ഒരു സ്വഭാവ ശുദ്ധീകരണം വേണ്ട. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഈശ്വരനോട് എങ്ങനെയാണോ അടുക്കേണ്ടത്, ഈശ്വരൻ തന്നെയായി മാറേണ്ടത് എങ്ങനെയാണോ, അത് മുഴുവൻ ഓരോന്നിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ്. കാമക്രോധാദികളെ ജയിക്കുന്ന 41 തരത്തിൽപ്പെട്ടതായിട്ടുള്ള, അല്ലെങ്കിൽ 48, അല്ലെങ്കിൽ 51, 56 എന്നൊക്കെ പറയാം. അത്രയും ചീത്തകളെ ഹനിക്കുന്നതായിട്ടുള്ള ഭാവത്തിൽ ശത്രുത ഇല്ല. നമ്മുടെ ഈ ചീത്ത സ്വഭാവങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല. മറ്റുള്ളവർ ചെയ്യുന്നതും നമ്മളെ ബാധിക്കില്ല. നന്നായിട്ട് നമ്മെ തന്നെ നമുക്ക് ഭരിക്കാൻ സാധിക്കും. എങ്ങനെ ഭരിക്കണം? ഗീതയിൽ അർജുനന് എങ്ങനെയാണോ ശ്രീകൃഷ്ണൻ ഉപദേശം കൊടുക്കുന്നത്, ലക്ഷ്മണന് ശ്രീരാമൻ എങ്ങനെയാണോ ധർമ്മങ്ങളെ ഉപദേശിച്ചു കൊടുക്കുന്നത്, ധർമ്മപുത്രർ എങ്ങനെയാണോ ഭീഷ്മരിൽ നിന്ന് ഈ ധർമ്മോപദേശം കേട്ടത്, കൃഷ്ണൻ ഉദ്ധവന് പറഞ്ഞു കൊടുത്തു ഉദ്ധവോപദേശം, ഉപമന്യു കൃഷ്ണന് പറഞ്ഞു കൊടുത്തത്, ഇങ്ങനെയില്ല. ഇതൊക്കെ ഈ 56 ചീത്തയും ഇല്ലാണ്ടാക്കാൻ സാധിക്കും. അതറിഞ്ഞിട്ട് നമ്മൾ ജീവിക്കുകയാണെന്ന് വെച്ചാൽ അതുതന്നെയാണ് ഭരണം. ഈശ്വരന് കീഴ്പ്പെട്ട് ലക്ഷ്മണനെ പോലെ ലക്ഷ്യം കണ്ടുകൊണ്ട് തന്നെ ജീവിക്കുക. ശ്രീരാമനിൽ എത്തലാണ്, ഭഗവാനിൽ എത്തലാണ്, വൈകുണ്ഠം എന്ന അവസ്ഥയിൽ എത്തലാണ്. ശ്രീരാമനിൽ ലയിക്കലാണ് ലക്ഷ്യം. ലക്ഷ്മണനെ പോലെയാവുക. സഹായമായിട്ട് ആത്മവിദ്യയാകുന്ന സീത. അങ്ങനെ നമുക്ക് രാമനാവാൻ സാധിക്കും. എല്ലാവരെയും രമിപ്പിച്ചു കൊണ്ടിരിക്കുക എന്ന ഭാവം. രാമനും സീതയും അവർ അനുഭവിക്കുന്നതായിട്ടുള്ള ദുഃഖങ്ങളെ കാണുമ്പോൾ നമ്മൾ കരയാറുണ്ട് വെച്ചാലും അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്രകാരത്തിലൊക്കെ ലീല ആടിയത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. രാമായണം നല്ലോണം വിശകലനം ചെയ്തുകൊണ്ട് ഭക്തിയാ യുക്തിയാ വിഭക്തിയാ ച രാമായണം സ്മൃതം എന്നാണ്. കേവല ഭക്തി മാത്രം മതി ഭാഗവതം അറിയാൻ. ഭക്തിയാ ഭാഗവതം ജ്ഞേയം, ഭക്തിയാ യുക്തിയാ ച ഭാരതം. മഹാഭാരതം വലിയ ഗ്രന്ഥ, ഇതിഹാസം. അത് പഠിക്കണമെങ്കിൽ ഭക്തിയും വേണം, കുറച്ചൊരു യുക്തിയും വേണം. ശ്രീരാമൻ്റെ കഥ രാമായണം ഇതിഹാസമാകുമ്പോഴോ കുറച്ചും കൂടി അധികം ഭക്തിയും വിഭക്തിയും യുക്തിയും വേണം. 3 വേണം. ഭക്തി, യുക്തി, വിഭക്തി 3 വേണം. അതല്ലെങ്കിൽ രാമായണം മനസ്സിലാവില്ല. നമ്മൾ കഥയൊക്കെ നല്ലോണം മനസ്സിലാവും, പക്ഷെ കഥയൊന്നും പോരാ, അതിൻ്റെ അപ്പുറത്തേക്ക് എടുക്കാനുണ്ട്. അപ്പം അത് കഥകളിലൂടെ തത്വങ്ങളെ പറയുക എന്ന ഇതിഹാസത്തിൻ്റെ ആ പ്രത്യേകത. 1000 കഥയാണ് ഈ ഇതിഹാസമായിട്ടുള്ള ഭാരതത്തിലുള്ളത് എന്ന് പറയണ പോലെ തന്നെയാണ്. 1000കണക്കിന് കഥ തന്നെയാണ് രാമായണത്തിലുള്ളത്. അപ്പോൾ ഈ ഭാരതത്തിൽ മാത്രം 1000 കഥ അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. എല്ലാറ്റിലും 1000 തത്വങ്ങളുണ്ട്. ഭാഗവതത്തിലും 1000 തത്വങ്ങളുണ്ട്. അപ്പോൾ അതിനെ വേണ്ട രീതിയിൽ എടുക്കുകയേ വേണ്ടൂ. അര ശ്ലോകമല്ല, 1/4 ശ്ലോകം കൊണ്ട് തത്വം പറയും. സ്തുതികൾ തുടങ്ങിയിട്ടുള്ളതിലൊക്കെ 2-3 അക്ഷരങ്ങളെ കൊണ്ട്, 4 അക്ഷരങ്ങളെ കൊണ്ടൊക്കെ ഒരു തത്വം പറയും.
ഈ 1000 എന്നുള്ളത് 1000 അല്ല, 1000-ൽ എത്രയോ മീതിയാണ്. അത് എടുക്കാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ. അത് സംസ്കൃതമായാലും കിട്ടും, ഇംഗ്ലീഷായാലും കിട്ടും, ഹിന്ദി ആയാലും കിട്ടും, മലയാളമായാലും കിട്ടും. പച്ചമലയാളത്തിൽ എഴുതിയ എൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും എന്നുള്ളത് ഉറപ്പ്. ഭാഗവതമായാലും രാമായണമായാലും ദേവി മഹാത്മ്യമായാലും ഭദ്രകാളി മഹാത്മ്യമായാലും അതിൽ സ്തുതിയുണ്ട്. ഞാൻ ഗദ്യമായിട്ടാണ് എഴുതിയത്. അത് നോക്കിയാൽ തന്നെ ഒരുപാട് കിട്ടാനുണ്ട്. ഗദ്യമാണ്. അപ്പം അങ്ങനെ ഓരോന്നിലും തത്വങ്ങളെ കിട്ടും. അപ്പം ഇവിടെ കഥകൾ പറയുന്നത് തത്വങ്ങളെയാണ്. ശ്രീരാമൻ വിശ്വാമിത്രനിൽ നിന്ന് ലക്ഷ്മണനോട് കൂടിയിട്ട് ഗംഗാവതരണ കഥയാണ് ഇപ്പം കേട്ടത്, 15-ാമത്തെ ഭാഗം. ഇനി 16-ാമത്തെ ഭാഗമാണ് ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത്. വാൽമീകി രാമായണം മുഴുവനായിട്ട് കഥ പറയുക എന്നതാണ് ഇപ്പം ചെയ്തു വരുന്നത്. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു പോയി എന്നാ. കഥ കേട്ടപ്പോൾ രാമലക്ഷ്മണന്മാർ അത്ഭുതം. അവർ പരസ്പരം ഈ കഥയെ മനനം ചെയ്തു. രണ്ടുപേരും സംവാദം ചെയ്തു. ഭക്തന്മാരങ്ങനെയാണ്, ഭഗവാനെ കുറിച്ചാണ് പറയുക. ഇവിടെ ഇവർ ഭഗവാന്മാരായതുകൊണ്ട് അതിൻ്റെ താത്വിക വശത്തെ കഥ കേട്ടപ്പോൾ കഥയിൽ എന്താണ് സാരം, പാലിൽ നിന്ന് ക്രമേണയായിട്ട് അത് തൈരാക്കി വെണ്ണയാക്കി എന്നർത്ഥം, അത് നെയ്യാക്കിയിട്ട് എടുത്തു വരും. വീണ്ടും തേവാരോ കാര്യങ്ങളോ എന്തൊക്കെയാ വെച്ചാൽ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനൊന്നും ഒരു മുടക്കമില്ല. 3-ാമത്തെ യാമം കഴിഞ്ഞാൽ എഴുന്നേൽക്കണം. പിന്നെ ഈ തേവാരാദികളൊക്കെ ചെയ്യണം, അത് നിർബന്ധമാണ്. അങ്ങനെ ചെയ്ത് വീണ്ടും സമയം ഇങ്ങനെ ഓരോന്നിനു വേണ്ടിയിട്ട് കാത്തിരിക്കില്ല. നമ്മൾ എത്ര സമയമാണോ ഉള്ളത് അത്രയും സമയം ഇതിനു വേണ്ടിയിട്ട് കണ്ടെത്തണം. അത് നിർബന്ധമായിട്ടും ചെയ്യണം. നമ്മുടെ സമയം പോകാൻ ഒരു പ്രയാസമില്ല. അങ്ങോട്ട് നടന്നിട്ടും വേണ്ടാത്ത ചിന്തിച്ചിട്ടും സമയം പോവും. ഇവിടെ അതില്ല. അവർക്ക് ലക്ഷ്യമുണ്ട്. ഈ ത്രിപഥഗയായിട്ടുള്ള 3 വഴിയായിട്ട് തിരിഞ്ഞുണ്ട്. 7ആയിട്ട് തിരിഞ്ഞു, പിന്നെ 3ആയി, ഇങ്ങനെ പലതുമുണ്ട്. ഗംഗയ്ക്ക് ഇഷ്യുണ്ട്. അതിലത്തെ 1 പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും ഈ പുണ്യനദി നമുക്ക് കടക്കണം എന്ന് അവർ തമ്മിൽ പറഞ്ഞു. തേവാരമൊക്കെ കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രനോട് രാമലക്ഷ്മണന്മാർ പറഞ്ഞതായിട്ടും അല്ലെങ്കിൽ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരോട് പറഞ്ഞതായിട്ടും പറഞ്ഞു. അപ്പോഴേക്കും അവിടെ ഈ വിശ്വാമിത്രൻ വന്നിട്ടുണ്ടെന്ന് കേട്ടതോട് കൂടിയിട്ട് ആ കാട്ടിലെ എല്ലാ ഋഷിമാരും അവിടെ വന്നു. അപ്പോഴേക്കും ആവശ്യം മനസ്സിലാക്കിയിട്ടുണ്ട്. തോണി കൊണ്ടുവന്നു. പ്രത്യേകമായിട്ട് ഇരിപ്പിടത്തോടു കൂടിയ തോണി കൊണ്ടുവന്നു. അങ്ങനെ കാര്യം പറഞ്ഞു, ആവശ്യം പറഞ്ഞു. വിശ്വാമിത്രൻ നദി കടക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളെ ചെയ്തപ്പോൾ അതിനനുസരിച്ച് നദി കടന്നു. ഋഷിമാർ തന്നെ തുഴഞ്ഞു. പയ്യന്മാരാവും, പ്രായം കുറഞ്ഞവർ. ഉപനിച്ചുണ്ണികളാണോ ഇനിയിപ്പോൾ അതിൻ്റെ മീതെയുള്ള ആയോ എന്നറിയില്ല, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ യുവാക്കൾ ഏതായാലും അക്കരയ്ക്കെത്തി. അവിടെ യുവത്വം എന്നുള്ളത് ശരീരത്തിൻ്റെ യുവത്വമാണെന്ന് കണക്കാക്കണ്ട. ജ്ഞാനം ഒരു യുവത്വ ഭാവമുണ്ട്. ജ്ഞാനത്തിന്, ഉള്ള ജ്ഞാനത്തിന് നന്നായിട്ട് പ്രയോഗിക്കാൻ കഴിയുക എന്ന ഭാവമാണ്. അപ്പോൾ ചിലപ്പോൾ അത് 90 വയസ്സായാലും ചെയ്യാൻ സാധിക്കും എന്ന കൂട്ടത്തിൽ ഇവിടെ ഗംഗയെ ഇവർക്ക് 3 പേർക്കും കൂടിയിട്ട് കടക്കാനാക്കിയിട്ട് അവർ സഹായിച്ചു, രാമനെയും വിശ്വാമിത്രനെയും. അങ്ങനെ ഗംഗാതീർത്ഥത്തിൽ വിശാല എന്നു പേരായിട്ടുള്ളൊരു പുരിയെ അവിടെ കണ്ടു എന്നാണ്. സ്വർഗസമാനമായിട്ടുള്ള അതിദിവ്യമായിട്ടുള്ള ആഹ്ലാദം തരുന്നതായിട്ടുള്ള ആ വിശാല അതിങ്ങനെ നടന്ന് കണ്ടു. ഗംഗ കടന്നു കഴിഞ്ഞപ്പോൾ അവിടെയാണ് ചെന്നിറങ്ങിയത്. അപ്പോൾ രാമൻ വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു, വിശാല എന്ന ഈ ഉത്തമമായിട്ടുള്ള ഈ പട്ടണം എന്താ അതിൻ്റെ പ്രത്യേകത? ആരാത് ഭരിച്ചേർന്നത്? ഇവിടെ ആരൊക്കെയാണുള്ളത്? എനിക്ക് ആ കഥയൊക്കെ ഒന്ന് കേൾക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ സ്ഥലം, ജനം, രാജാക്കന്മാരുടെ ഭരണം, ഇങ്ങനെ പലതും ആ സമയത്ത് കിട്ടും. അതൊക്കെ പറയണം എന്ന് പറഞ്ഞു. കേൾക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു പുരാതന കഥയാണ്, പറയാം, കേട്ടോളൂ, ചരിത്രമാണ് എന്ന് പറഞ്ഞു.
കൃതയുഗത്തിൽ ദിതിപുത്രന്മാരും അതേപോലെ അതിവീര്യന്മാരായിട്ടുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള സാത്വികരായിട്ടുള്ള അതിഥിപുത്രരും തമ്മിൽ ചെറിയ ഒരു വാക്ക് തർക്കം അല്ലെങ്കിൽ യുദ്ധം പലതും ഉണ്ടായി. അപ്പോൾ പല കാരണങ്ങൾ പലപ്പോഴും സംഭവിച്ചതിൻ്റെ കൂട്ടത്തിൽ അവർക്ക് ജരാനരകൾ വന്നു എന്നാണ്. സാധാരണ നമ്മൾ ഇതിപ്പോൾ പാലാഴി മഥനം എന്നുള്ള കഥയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇവിടെ ദുർവാസാവിൻ്റെ ശാപം എന്നാണ് നമ്മൾ പറയാറ്. ഭാഗവതത്തിലൊരു പരാമർശമില്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലാണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്. ദുർവാസാവ് ശപിച്ചു എന്നൊന്നും പറയണില്ല. ഏതായാലും എങ്ങനെ എന്ത് എന്നുള്ള കഥയിൽ ചോദ്യമില്ല. അതിനേക്കാൾ കൂടുതൽ ജരാനര വന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർക്ക് അതിൻ്റേതായ വിഷമം. ഈ അസുരന്മാർക്ക് അല്ലെങ്കിൽ രാക്ഷസ ഇവർ ഗ്രൂപ്പൊക്കെ ഒന്ന് തന്നെയാണോ? ലേശമൊക്കെ ഇത്രയും വ്യത്യാസമുള്ളൂ. ഏതായാലും തമോ ഗുണവും ഈ രജോ ഗുണവുമാണ് കൂടുതൽ. അപ്പോൾ അവർ അമരന്മാരാവണം, ദേവന്മാരാവണം, പിന്നെ ജര ബാധിക്കരുത്, ഒരു ദുഃഖവുമില്ലാത്ത ആമയമില്ലാത്ത നിരാമയന്മാരായിട്ട് തീരണമെന്നാണ്. ദുഃഖങ്ങൾ ദേഹത്തിനായാലും മനസ്സിലായാലും വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് വിചാരം ചെയ്തു പലതും. അപ്പോഴാണ് അവർക്ക് പാലാഴി കടഞ്ഞാൽ മതി എന്ന് മനസ്സിലായത്. വിഷ്ണു ദേവന്മാരോട് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ പാലാഴി കടയാൻ നിശ്ചയിച്ചു. വാസുകിയെ കൊണ്ടുവന്നു, കയറായിട്ട് മന്ദരപർവ്വതം കൊണ്ടുവന്നു, കടകോലായിട്ട് ഒക്കെ വേണ്ട രീതിയിൽ 1000 കൊല്ലത്തോളം കടഞ്ഞു എന്നാണ്. ദേവാസുരന്മാർ പാലാഴി 1000 കൊല്ലത്തോളം കടഞ്ഞപ്പോഴേക്കും ഈ വാസുകിക്ക് വിശപ്പോ ദാഹോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏതായാലും കല്ലുകളെയൊക്കെ തിന്നാൻ തുടങ്ങി. അതൊക്കെ കൊത്തി വിഷം വമിക്കാൻ തുടങ്ങി കല്ലുകളിലേക്കൊക്കെ, പർവ്വതത്തിലേക്ക്. അങ്ങനെയാണ് ഇവിടെ അഥ വർഷസഹസ്രേണ യോക്ത്ര സർപ്പശിരാംസി ചാം വമന്തോതിവിഷം തത്ര ദദംശുർ ദശനൈ ശിലാഹ. അങ്ങനെയാണ്. അപ്പോൾ ക്ഷീണം വന്നു. അതേപോലെ തന്നെ 1000 വർഷം കഴിഞ്ഞപ്പോൾ അതിൻ്റേതായിട്ടുള്ള വിഷമങ്ങൾ വന്നു. വിഷം, ഈ പാമ്പിൻ്റെ വിഷം, വാസുകിയുടെ വിഷം പുറത്തേക്ക് വന്നു. അത് ഈ പാറയിലൊക്കെ ആയിന്ന. ഇനി മാത്രമല്ല, കുറച്ചു മണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് ഹാലാഹല മഹാവിഷമായിട്ട് പൊന്തി വന്നു കടലിൽ നിന്ന്. ഇത് ആർക്കും നിർവീര്യമാക്കാനുള്ള കഴിവില്ല. അപ്പോൾ ആ സമയത്ത് ദേവന്മാരെ ആശ്രയിച്ചു, എല്ലാവരും ദേവന്മാരെ ആശ്രയിച്ചു. അപ്പോൾ അഥ ദേവാ മഹാദേവം ശങ്കരം ശരണാർത്ഥിന ജഗ്മു പശുപതിം രുദ്രം ത്രാഹി ത്രാഹി ഇതി തുഷ്ടുവു. ഇങ്ങനെ നന്നായിട്ട് സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഏവമുക്തസ്തോ ദേവൈർദേവദേവേശ്വര പ്രഭു പ്രാദുരാസീൽ തതോത്രൈവ ശംഖചക്രധരോ ഹരിഹി. മഹാദേവനും മഹാവിഷ്ണുവും ഒരുമിച്ച് പ്രത്യക്ഷമായി. രണ്ടുപേരും വന്നു. രക്ഷിക്കണേ രക്ഷിക്കണേ എന്നത് ദേവന്മാരുടെ പ്രാർത്ഥന കേട്ടപ്പോൾ തുല്യത ആണ്. ഹരിശിവന്മാർക്ക്, ഹരിഹരന്മാർക്ക് അവർക്ക് ഭാവവ്യത്യാസങ്ങളൊന്നുമില്ല. അവർ തമോ ഗുണം ശിവൻ സ്വീകരിച്ചു, സത്വഗുണം വിഷ്ണു സ്വീകരിച്ചു എന്നൊക്കെ ഉണ്ടെച്ചാലും അതൊന്നും നോക്കണ്ട. ഒരു വ്യത്യാസവും ഇല്ല, രണ്ടുപേരും തുല്യരാ. വന്നു, ശിവനോട് പറഞ്ഞു മഹാവിഷ്ണു അത് സ്വീകരിക്കില്ലേ ചോദിച്ചു. ഈ വലിയ വിഷം ഇത് സ്വീകരിക്കാൻ ഭഗവാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പം അതുകൊണ്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് കേട്ടതോട് കൂടിയിട്ട് പറഞ്ഞു ഞാൻ സ്വീകരിച്ചോളാം. അപ്പം തന്നെ സ്വീകരിച്ചു. ഹാലാഹലം വിഷം ഘോരം സഞ്ജഗ്രാഹ അമൃതോപമം ദേവാൻ വിസൃജ്യ ദേവേശോ ജഗാമ ഭഗവാൻ ഹരാം. ഹാലാഹല വിഷം ഒരു കയ്യിലൊരു തിരി ആചമിക്കാനുള്ളത് തന്നെ ഇല്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഇവിടെ കണ്ടത് കടലിനോളം എന്നാണ്. ഏതായാലും അത് മുഴുവൻ സ്വീകരിച്ചു. എങ്ങനെ? അമൃതിന് തുല്യമായി കൊണ്ട് സ്വീകരിച്ചു. വിഷം ശിവൻ പാനം ചെയ്തു. അവിടുന്ന് രണ്ടുപേരും മറഞ്ഞു. വീണ്ടും അന്തരീക്ഷമൊക്കെ ശാന്തമായി കഴിഞ്ഞപ്പോൾ മഥനം തുടർന്നു. അപ്പോൾ പലതരത്തിൽപ്പെട്ടതായിട്ടുള്ള സ്തോത്രങ്ങളെ കൊണ്ട് ദേവന്മാർ ഈ
ഓരോരുത്തരെയും സ്തുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും കടഞ്ഞു. അങ്ങനെ കടയുമ്പോഴാണ് ഈ മന്ദരപർവ്വതം താണുപോയി. താണുപോയപ്പോൾ ഭാഗവത പ്രകാരം എങ്ങനെയാ വെച്ചാൽ ഈ മന്ദരപർവ്വതം താണുപോയത് വിഷം വരണതിന് മുന്നേ. ആദ്യം പാമ്പിൻ്റെ വിഷം വന്നു വാസുകിയുടെ, അത് അമൃതമഴ പെയ്യിച്ചു എന്നാണ്. അതിനുശേഷം ഈ മറ്റേത് താണു കഴിഞ്ഞപ്പോൾ കൂർമ്മം ആയിട്ട് ഭഗവാൻ വന്നു മന്ദിരപർവ്വതം താണപ്പോൾ, എന്നിട്ട് പൊന്തിച്ചു എന്നൊക്കെയാണ്. അപ്പോൾ ഇവിടെ ഈ സമയത്താണ് ഇത് പറഞ്ഞത്. ശ്ലോകം മംഗളവും ആരെയും വിചാരിച്ചിട്ട് കഥയ്ക്ക് വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മുടെ ഭാവനയ്ക്കനുസരിച്ച് അത് എടുക്കാം, വിരോധമൊന്നുമില്ല. ഏതായാലും ഇത് മന്ദരപർവ്വതം താണപ്പോൾ വീണ്ടും സ്തുതിച്ചു. അപ്പോൾ ആമയുടെ രൂപത്തിൽ ഭഗവാൻ പാലാഴിയുടെ അടിയിൽ നിന്ന് പൊന്തി വന്നു, പർവ്വതത്തിനെ പൊന്തിച്ചു, പാകമായിട്ട് നിർത്തി. ആ സമയത്ത് എല്ലാവരും സന്തോഷിച്ചു, ഭഗവാനെ പൂജിച്ചു. അതിനുശേഷം എല്ലാവരും കൂടിയിട്ട് വീണ്ടും കടഞ്ഞു 1000 വർഷം. അപ്പോൾ ആയുർവേദ ദേവനായിട്ടുള്ള ധന്വന്തരിയായിട്ട് തന്നെ ഭഗവാൻ അവതരിച്ചു എന്നാണ്. ദേവാനാം മധ്യതസ്ഥിത്വ മമന്ഥ പുരുഷോത്തമ അഥ വർഷസഹസ്രേണ ആയുർവേദമയ പുമാൻ ഉദതിഷ്ഠൻ സുധർമാത്മാ സദണ്ഡ സ കമണ്ഡലു പൂർവം ധന്വന്തരിർനാമ അപ്സരാശ്ച സുവർച്ചസ. ഇപ്പോൾ ധന്വന്തരിയായിട്ട് ഭഗവാൻ അമൃത കലശവുമായിട്ട് വന്നു. ഇപ്പോൾ ശ്ലോകത്തിൽ മറ്റേ ആ സമയത്ത് അപ്സരസും ഉണ്ടായിരുന്നു എന്നാണ്. അപ്സരസുകൾ മറ്റ് ഗന്ധർവന്മാർ ആരൊക്കെ എല്ലാവരും ഒരുമിച്ച് തന്നെയാണ് വന്നത്. ക്രമേണയായിട്ട് ഓരോരുത്തരായിട്ട് പൊന്തി വന്നു. അത് ഭാഗവതം വിശദീകരിച്ച് ക്രമേണയായിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ കാമധേനു വന്നു, ബ്രാഹ്മണർക്ക് കൊടുത്തു. അതേപോലെ ഇനിയിപ്പോൾ ഇതാ വീണ്ടും പറയാൻ പോണു. ഇതിൻ്റെ ക്രമത്തിൽ ലേശമൊക്കെ വ്യത്യാസങ്ങളുണ്ട്. ഈ അമൃത് പൊന്തിയപ്പോൾ അത് ഓരോരുത്തരും കൊണ്ടുപോയി എന്നാണ് ഭാഗവതത്തിൽ. എന്നുവെച്ചാൽ അസുരന്മാർ കൊണ്ടുപോയി. അവിടെ ചെന്ന് വീതം വയ്ക്കുമ്പോൾ തർക്കമായി. ആ സമയത്ത് മോഹിനി വന്നു എന്നാണ്. അതിനുശേഷം പിന്നെ വീണ്ടും കടയണൊരു വിഷയമില്ല. ഇവിടെ ഇപ്പോൾ രണ്ടാമത് രാമായണം ആ ശ്ലോകത്തിൻ്റെ ഘടനാ വ്യത്യാസം അതെന്താ ഇങ്ങനെയല്ലേ പറയേണ്ടത്, രാമായണം വായിക്കുമ്പോൾ അങ്ങനെയല്ലേ പറയാവൂ എന്നൊന്നും തെറ്റിദ്ധരിക്കരുത്. ഇതിലങ്ങനെയാണ് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. അപ്പോൾ ധന്വന്തരി വന്നു അമൃതമായിട്ട്. ആയുർവേദം എന്നുള്ളത് ശരീരത്തിൻ്റേതായിട്ടുള്ള എല്ലാ കഷ്ടതകളെയും തീർക്കും. അതിലിപ്പോൾ ഈ അമൃത് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ദേവന്മാർക്ക് ആ ഓജസ്സും തേജസ്സും ഒക്കെ ഭഗവാൻ കൊടുത്തിട്ടുമുണ്ട്. അതല്ലാണ്ടൊന്നും കടയാൻ പറ്റില്ല. ഭഗവാൻ നേരിട്ട് അവരെ സഹായിച്ചിട്ടുണ്ട് അജിതനായിട്ട്. ഒപ്പം ഈ അപ്സരസ്സുകൾ ഒന്നിച്ച് പൊന്തി വന്നു എന്നാണ്. ഈ അപ്സരസ്സുകളെ ഒരാളും സ്വീകരിച്ചില്ല എന്നാണ് രാമായണം പറയണത്. ഈ അപ്സരസ്സുകളെ 60 കോടി അപ്സരസ്സുകളെ അവരാരും സ്വീകരിച്ചില്ല. നതാഹ സ്മ പ്രതിഗൃഹന്തി സർവേ തേ ദേവദാനവാഹ അപ്രതിഗ്രഹണാദേവ താ വൈ സാധാരണ സ്മൃതാഹ. അതുകൊണ്ട് അവർ എല്ലാവർക്കും എപ്പോൾ വേണമെച്ചാൽ സ്വീകരിക്കാവുന്ന രീതിയിലുള്ള ദേവദാസി വർഗമായി. ഒരാൾക്ക് ഒരാളുടെ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമില്ല. ആർക്ക് വേണമെച്ചാൽ ഈ 60 കോടിയിൽ ആരെ വേണമെച്ചാൽ ആവാം. 33 കോടി ദേവകളും 66 കോടി അസുരന്മാരുമാണ്. അപ്പോൾ അസുരന്മാർക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട്. ചിലവരെ കിട്ടും, ചിലവരെ കിട്ടില്ല. ബലം പ്രയോഗിച്ചെടുക്കും. ഈ അപ്സരസുകൾക്ക് താല്പര്യമില്ല. ഇങ്ങനെയൊക്കെയാണ് പല കഥകൾ. ചിലവർ ശപിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ദേവന്മാർക്ക് അവരുടെ അനുസരിച്ചൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. മനുഷ്യഭാവത്തിലേക്ക് ഈ അപ്സര സ്ത്രീകൾക്ക് താഴത്തേക്ക് വരാനും സാധിക്കും. ഭജിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്കും ഈ അപ്സര സ്ത്രീകളെ എടുക്കാം. അവർക്കും അതിന് ഈ ഒബ്ജക്ഷൻ ഇല്ല. നിയമം തടസ്സം വരുന്നില്ല എന്ന് സാരം. അതുകൊണ്ടാണ്. ഏതായാലും അതിന് ശേഷം ഈ വരുണൻ്റെ കന്യകയായിട്ടുള്ള വാരുണി പുറത്തു വന്നു എന്നാണ്. വരുണസ്യ തഥകന്യ വാരുണി രഘുനന്ദന പുൽപ്പപാത മഹാഭാഗ മാർഗമാണ പരിഗ്രഹം. അപ്പം അവിടെ ഈ വാരുണി മദ്യവും കൊണ്ട് ഈ വാരുണി ദേവി വന്നു എന്നാണ്. അപ്പം അതിനെ ദൈതേയന്മാർ അസുരന്മാർ സ്വീകരിച്ചു എന്നാണ് ഭാഗവത പ്രകാരം. ഇവിടെ അവരത് സ്വീകരിച്ചില്ല എന്നാണ്.
സ്വീകരിച്ചത് ദേവന്മാരാണ്. സുരയുണ്ടായിരുന്നു കയ്യിൽ, സുര പാനം ചെയ്തു. അതുകൊണ്ട് ദേവന്മാർക്ക് സുരന്മാർ എന്ന് പേര് വന്നു. സുരർ സ്വീകരിക്കാത്തത് കൊണ്ട് അസുരന്മാർ എന്നും പേര് വന്നു എന്നാണ്. നമ്മൾ സാധാരണ അസുരന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഷു രമന്തേ ഇതി, സുഷു രമന്തേ ഇതി, അസുഷു രമന്തേ ഇതി. നല്ലതിൽ രമിക്കുന്നവരെ ദേവന്മാരും ചീത്തയിൽ രമിക്കുന്നവരെ അസുരന്മാരും. അപ്പോൾ സുര എന്നുള്ളത് മദ്യം എന്നുള്ളത് രണ്ടും രണ്ടാണ്. ഒന്ന് ഔഷധമാണ്, മറ്റത് പഴകിയതാണ്. ഒന്ന് ഫ്രഷാണ്, മറ്റത് പഴകിയതാണ്. ഔഷധം ഫ്രഷാണ്. പഴകി കഴിഞ്ഞപ്പോൾ അതിൻ്റെ വീര്യത്തിന് വ്യത്യാസം വന്നു, ഫലത്തിന് വ്യത്യാസം വന്നു. അപ്പോൾ അത് ഒന്ന് സുര ആണെങ്കിൽ മറ്റത് മദ്യം തന്നെയാണ്. രണ്ടും രണ്ടനെയാണ്, ഒന്നല്ല. കുമ്പളഞ്ഞ നമുക്ക് കഴിക്കാം, കുമ്പളഞ്ഞിൽ നിന്ന് വാറ്റി ഉണ്ടാക്കണ മദ്യം നമുക്ക് കഴിക്കാൻ പാടില്ല. അങ്ങനെ ഓരോ പദാർത്ഥത്തിനും, ഇളനീരായാലും ശരി, ഈ മുന്തിരി ആയാലും ശരി, ഒക്കെ മുന്തിരി വൈനാക്കുമല്ലോ എന്ന കൂട്ടത്തിൽ. അപ്പോൾ ഇവിടെ ഒരു തർക്കം എന്നുള്ളത്, ഈ സുര സ്വീകരിച്ചത് ദേവന്മാരാണ്, അസുരന്മാരല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ സുര അനവധി തരത്തിലുണ്ടാക്കാമല്ലോ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, കുമ്പളഞ്ഞായാലും മുന്തിരിങ്ങ ആയാലും പഴച്ചാറായാലും മറ്റ് ഇളനീരുന്നായാലും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമതേ. അപ്പോൾ ഇവിടെ വള്ളി സോമലത പിഴിഞ്ഞിട്ടാണ് നമ്മൾ സുര ഉണ്ടാക്കുക യാഗത്തിനൊക്കെ. അങ്ങനെ ഓരോരോ തരത്തിലുണ്ട്. അപ്പോൾ ഏതെന്ന് വേണിച്ചാൽ എങ്ങനെ വേണിച്ചാൽ ഉണ്ടാക്കാം. അതിൽ ഇത്രയേ ഉള്ളൂ, തെറ്റിദ്ധരിക്കരുത്. ഫ്രഷ് ആണ്. അപ്ലൈ ഉണ്ടാക്കുന്നതിന് വീര്യമൊക്കെ ഉണ്ട്, പക്ഷേ മത്താവില്ല. ഇനി മത്തായിക്കോട്ടെ, അത് ബുദ്ധിയെ കെടുത്തില്ല. ബുദ്ധിയെ കെടുത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ദുർവാസാവിൻ്റെ ശാപം കിട്ടിയത്. അപ്പോൾ അതെന്തായാലും അതിലൊരു പോസിറ്റീവ് ഉണ്ട്. ഈ സുര ഫ്രഷ് കഴിക്കുമ്പോൾ പോസിറ്റിവിറ്റി ഉണ്ട്, പഴകി കഴിക്കുമ്പോൾ അത് നെഗറ്റിവിറ്റിയാണ്. അപ്പോൾ പഴകിയത് അസുരന്മാർ സ്വീകരിക്കണു, പുതിയത് അപ്പുണ്ടാക്കിയത് അത് ദേവന്മാർ സ്വീകരിക്കണം. അപ്പോൾ രണ്ടുപേരും മദ്യപന്മാരല്ലേ എന്ന് ചോദിക്കരുത്. ഇതാണ് വ്യത്യാസം. അമിതമായിട്ട് ഊണ് കഴിച്ച പോലെ എന്ന് കണക്കാക്കിയാൽ മതി. അമിതമായിട്ട് വെള്ളം കഴിച്ചാൽ, പാല് കഴിച്ചാൽ, നെയ്യ് കഴിച്ചാൽ ഒക്കെ എങ്ങനെയാണോ നമുക്ക് അനുഭവപ്പെടുക. പഞ്ചാര പായസം കൂടുതൽ കഴിച്ചാൽ എന്താ ഉണ്ടാവുക? നമ്മൾ കിടന്നുറങ്ങും, പിന്നെ ഒരു പണിയെടുക്കാൻ പറ്റില്ല. പാകത്തിന് കഴിച്ചാലോ അതിനൊരു ഊർജ്ജമുണ്ട്, അപ്പോൾ നമുക്ക് കൂടുതൽ പണിയെടുക്കാൻ പറ്റും. നെയ്യ് കഴിച്ചിട്ടൊക്കെ, രാവിലെ ലേശം നെയ്യ് കഴിച്ചിട്ട് പണിയെടുക്കുകയാണെന്ന് വെച്ചാൽ ഈ 1 മണിക്കൂർ പണിയെടുക്കേണ്ടത് 2 മണിക്കൂർ പണിയെടുക്കാം. അതാണ് വ്യത്യാസം. എന്ന കൂടുതൽ കണക്കാക്കിയാൽ മതി. അത് കൂടുതൽ കഴിച്ചാലോ കിടക്കും അവിടെ, പിന്നെ അന്നത്തെ ദിവസം ഒരു പണിയെടുക്കാൻ പറ്റില്ല. അതായത് ഈ ശരീരം അങ്ങോട്ട് പൊന്തില്ല ഇത് ദഹിച്ച് കിട്ടുന്നത് വരെ. കാരണം ഉള്ള ഊർജ്ജം മുഴുവൻ ഇത് ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കും. അതാണ്. മറ്റത് അങ്ങനെയല്ല, മറ്റേ തല പൊന്തില്ല, അതാണ്. ഇത് ദേഹബന്ധായ. അപ്പം അങ്ങനെ വ്യത്യാസമുണ്ട്. ഏതായാലും ഇവിടെ തർക്കം ഇത്രയേ ഉള്ളൂ. ഫ്രഷ് ദേവന്മാർ ഉപയോഗിക്കും, പഴകിയത് അസുരന്മാർ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ചു എന്ന് പറയുകയാണ്. അതിന് ശേഷമാണ് ഇവിടെ ഉച്ചൈശ്രവസ് എന്ന കുതിര പൊന്തി വന്നത്, കൗസ്തുഭം എന്ന ആ രത്നം പൊന്തി വന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യമേ തന്നെ വന്നു എന്നാണ്. അതേപോലെ രമ പൊന്തി വന്നു, അതിനെ വിഷ്ണു സ്വീകരിച്ചു. കൗസ്തുഭം വിഷ്ണു സ്വീകരിച്ചു എന്നെല്ലാം നമുക്കറിയാം. അതേപോലെ ഉച്ചൈശ്രവസിനെ ബലിയാണ് കൊണ്ടുപോയത്. ഐരാവതത്തിനെ, ഈ ആനയെ, അത് ദേവന്മാരാണ് കൊണ്ടുപോയത്. അപ്സരസുകളെ ദേവന്മാരാണ് കൊണ്ടുപോയത്. അപ്പോൾ അപ്സരസുകളെ ദേവന്മാരാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞിട്ടില്ല. അവർക്ക് ഇഷ്ടമായത് ദേവന്മാരെ ആയതുകൊണ്ട് അവരവിടേക്ക് പോയി എന്നേ ഉള്ളൂ. അതേപോലെ പാരിജാതം, അതിവിടെ പറഞ്ഞിട്ടില്ല. അപ്പം ഇങ്ങനെ പലതുണ്ട്. ഇത് അമൃത് പൊന്തി വന്നപ്പോൾ ആ അമൃത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് യുദ്ധം ഉണ്ടായി എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഭാഗവത പ്രകാരം എങ്ങനെയാ വെച്ചാൽ അമൃത് തട്ടിക്കൊണ്ടുപോയെന്നും അത് കിട്ടാൻ വേണ്ടിയിട്ട് മോഹിനി രൂപം സ്വീകരിച്ചു എന്നാണ്. ഇവിടെ അസുരന്മാരും രാക്ഷസന്മാരും
ഒരു പക്ഷത്തായിക്കൊണ്ട് ഈ ദേവന്മാരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ യുദ്ധമുണ്ടായി. അങ്ങനെ യുദ്ധമുണ്ടായ സമയത്ത് ഈ അമൃതിനെ അപഹരിക്കാൻ വേണ്ടിയിട്ട് മോഹിനിയുടെ രൂപം സ്വീകരിച്ചു എന്നാണ് ഇതിൽ. യഥാക്ഷയം ഗതം സർവം തഥാ വിഷ്ണുർമഹാബല അമൃതം സോഹരത്തൂർണം മായാമാസ്ഥായ മോഹിനീം. ഇപ്പോൾ ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു സ്ത്രീയുടെ രൂപത്തിൽ വന്ന് അമൃതിനെ കട്ടു. എന്നിട്ട് അത് വീതിച്ചു കൊടുത്തു എന്നാണ്. ആ സമയത്ത് വിഷ്ണുവിൻ്റെ രൂപം സ്വീകരിച്ചുകൊണ്ട് ദേവദേവനായിക്കൊണ്ട് അസുരന്മാരെ മുഴുവൻ, രാക്ഷസന്മാരെ മുഴുവൻ വധിക്കുകയും ചെയ്തു. അപ്പോൾ ദിതിപുത്രന്മാർ മുഴുവൻ വധിക്കപ്പെട്ടു. ദേവേന്ദ്രന് സ്വർഗം കിട്ടുകയും ചെയ്തു. ഈ ഋഷി സംഘം, ചാരണ സംഘങ്ങൾ ഇവരെല്ലാവരും കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് പിന്നീട് ജീവിച്ചു എന്നാണ് ആ കഥ. അങ്ങനെ 45-ാം അധ്യായം പറഞ്ഞു വെച്ചു. 45-ാമത്തെ സർഗം, അതിനുശേഷം 46-ാമത്തെ സർഗം പറയണു. ദിതിയുടെ ഈ പുത്രന്മാരെല്ലാവരും ഇതേപോലെ വിഷ്ണുവാൽ വധിക്കപ്പെട്ടത് അത് ദിതിക്ക് സഹിക്കാൻ പറ്റിയില്ല. അപ്പം ഇനി എന്താ അതിനൊരു പരിഹാരം വേണ്ടത് എന്ന് വിചാരിച്ച് എല്ലാവരും കൂടിയിട്ട് ഈ കശ്യപ മഹർഷിയോട് വളരെയധികം, മരീചിപുത്രനായിട്ടുള്ള കശ്യപ മഹർഷിയാണ് ദിതിയുടെ ഭർത്താവ്. എല്ലാവരും കൂടിയിട്ട് കശ്യപ മഹർഷിയോട് പറഞ്ഞു, സങ്കടം പറഞ്ഞു. വേണ്ട രീതിയിലൊക്കെ എങ്ങനെയാ ശുശ്രൂഷിക്കേണ്ടത് വെച്ചാൽ അതേപോലെയൊക്കെ കുറച്ചൊരു സുദീർഘ തപസ്സുകൊണ്ട് ഇങ്ങനെ പലതും അവിടെ ഭർത്താവിൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്തു. ഭർത്താവ് ഇതിനെ ഉപദേശിക്കുകയും ചെയ്തു. ആദ്യം ഒന്ന് ശുദ്ധമായിട്ട് വരും. ശുദ്ധമാണെന്ന് എന്ത് വേണം? തപസ് ചെയ്യണം. അല്ലാതെ കണ്ട് വെറുതെ കുളിച്ചു വന്നാൽ പോരാ. അപ്പോൾ അനവധി കാലത്തെ തപസ് വേണ്ടി വന്നു എന്നാണ്. കാരണം ഇന്ദ്രൻ തൊട്ടുള്ള ദേവന്മാരാണ് ഈ ദൈതയന്മാരെ വധിച്ചത്. അപ്പോൾ ഇന്ദ്രനെ ജയിക്കാൻ തക്കന്നുള്ള ഒരു മകൻ വേണം. അപ്പോൾ അതിന് കുറച്ചധികം പുണ്യം ഉണ്ടായാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ തപസ് ചെയ്തോളാന്ന് പറഞ്ഞു ദിതി. അങ്ങനെ വാക്കൊക്കെ വിശ്വസിച്ചുകൊണ്ട് അതിതേജസ്വിയായിട്ടുള്ള ഈ കശ്യപൻ വളരെ ദുഃഖിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ തപസ്വിനിയായിട്ടുള്ള ദിതിയോട് പറഞ്ഞു, വളരെയധികം ശുദ്ധി എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ഇന്ദ്രനെ വധിക്കാൻ വേണ്ടതായിട്ടുള്ള പുത്രനെ നേടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തപസ് തുടർന്നോളൂ, നിനക്ക് അങ്ങനെയുള്ളൊരു മകനെ കിട്ടും. അങ്ങനെ 1000 വർഷം തപസ് ചെയ്തോളൂ എന്നാണ്. തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരി തയ്യാറായി. അങ്ങനെ സ്വസ്തി എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. സ്വസ്ഥയാവട്ടെ. കാരണം ഇതിപ്പോൾ മനസ്സിൻ്റെ ഒരു വെപ്രാളാണല്ലോ. തൻ്റെ മക്കളൊക്കെ മരിച്ചു. അപ്പോൾ ആ കൊന്ന ആൾക്കാരെ വധിക്കാൻ വേണ്ടിയിട്ട് ഒരു മകനെ വേണം എന്നതാണല്ലോ. അപ്പോൾ മനസ്സ് ആദ്യം സ്വസ്ഥമായാലേ തപസ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. ഏതായാലും അതിനുള്ള അനുഗ്രഹത്തെയൊക്കെ ഭർത്താവ് കൊടുത്തു, കശ്യപ മഹർഷി കൊടുത്തു. ദിതി അതിനനുസരിച്ച് തപസ് ചെയ്തു. അങ്ങനെ നല്ലോണം തപസ് ചെയ്തപ്പോൾ ഏകദേശം അത് കഴിയാറായി. ഭാഗവത പ്രകാരം 100 ഇവിടെ 1000. അപ്പോൾ 1000 100 എന്നതിൻ്റെ പ്രശ്നമില്ല. മനസ്സ് ശുദ്ധാവണ വരെ എന്നേ കണക്കാക്കണ്ടു. ഏറെക്കുറെ മനസ്സ് ശുദ്ധാവും എന്ന് കണക്കായി വന്നപ്പോഴാണ് ഇന്ദ്രന് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. അതിഥി പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പോൾ ഇന്ദ്രൻ ബ്രാഹ്മണ ബാലനായിട്ട് അവിടെ ചെന്നു. എന്തൊക്കെയാണ് വേണ്ട വെച്ചാൽ ഒക്കെ ചെയ്തു കൊടുത്തു എന്നാണ്. ദർഭയായാലും വിറകായാലും വെള്ളമായാലും ഫലമൂലങ്ങളായാലും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്ത് എന്താവശ്യപ്പെട്ടാലും ചെയ്തു കൊടുക്കും. അതേപോലെ ദേഹം ഒഴിഞ്ഞു കൊടുക്കുക, തളർച്ച തീർത്തു കൊടുക്കുക, പരിചരിക്കുക. ഇങ്ങനെ 1000 വർഷം തികയാൻ ഇനി 10 വർഷമേ ഉള്ളൂ. ആ സമയത്ത് ഈ ദിതി ഇന്ദ്രനോട് പറഞ്ഞു, ഇന്ദ്രൻ ചെറിയ കുട്ടിയാട്ടോ, 10 കൊല്ലം കൂടി തപസ് കഴിയുമ്പോൾ എന്നിൽ നിന്നുണ്ടാകുന്ന നിൻ്റെ സഹോദരനെ നിനക്ക് കാണാറാവുന്ന. അപ്പോൾ ചില സമയത്ത് വാക്ക് അതേപോലെ സംഭവിക്കും. ചില വാക്ക് അങ്ങനെയാണ്. ഇന്ദ്രൻ്റെ സഹോദരനെ ഞാൻ പ്രസവിക്കട്ടോ എന്ന് ദിതി ഇന്ദ്രനോട് പറയുകയാണ്. അവിടെ ബ്രാഹ്മണ വേഷതായിട്ട് കള്ളവേഷധാരിയാണ്.
പുത്രനായിട്ട് കണക്കാക്കി ഈ ഉണ്ണിയെ. അതുകൊണ്ടാണ് നിന്റെ സഹോദരനായിട്ട് ഇനി ഒരാൾ നിനക്ക് ഉണ്ടാവും കേട്ടോ എന്ന് ദിതി പറഞ്ഞതാണ്. പക്ഷേ വന്ന ആൾ ഇന്ദ്രനാണെന്ന് അപ്പം ആ സമയത്ത് മനസ്സിലായിട്ടില്ല. ശരി എന്ന് ഈ ഇന്ദ്രനും പറഞ്ഞു. എന്തിനു പറയണു? ആ സമയത്ത് 1000 കൊല്ലം അവസാനിക്കുന്ന സമയത്ത് പുത്രൻ ഉണ്ടാവുമെന്നുള്ളത് ഈ കശ്യപൻ്റെ വരണ്ട്, അതേപോലെ ദേവന്മാരും ഒക്കെ വരണ്ട്. ഏതായാലും ഇങ്ങനെ ശുശ്രൂഷ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലോണം ഉറക്കം വന്നു ദിതിക്ക്. അനവധി തപസ്, കൃഷ്ണ തപസ് പോലെയാണ് ചെയ്തെടുക്കണത്. അപ്പോൾ നല്ല ക്ഷീണമുണ്ട്. ഇത് അറിഞ്ഞില്ല പാവം. ഉച്ചയ്ക്ക് കൊണ്ട് കഴിഞ്ഞാൽ ഉറങ്ങാൻ പാടില്ല, പകലുറക്കം പാടില്ല. അപ്പോൾ കിടന്നു എന്ന് മാത്രമല്ല, അത് തല വെക്കേണ്ട ദിക്കിലേക്ക് കാലും, കാല് വെക്കേണ്ട ദിക്കിലേക്ക് തലയും വെച്ച് കിടന്നുറങ്ങിയെന്നാ. അത് കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തെക്കോട്ടോ വടക്കോട്ടോ ഒന്നും നോക്കണ്ട. നമ്മളിപ്പോൾ ഭഗവാൻ ഒരു ബിംബം അങ്ങനെയൊക്കെ വെച്ചിട്ട് പൂജിക്കുകയാണെങ്കിൽ അപ്പോൾ ഭഗവാന്റെ അവിടേക്ക് കാല് നീട്ടിക്കൊണ്ട് അങ്ങനെ പാടില്ലല്ലോ. അങ്ങനെ കിടന്നു എന്ന് കൂട്ടിയാൽ മതി. ഏതായാലും അത് കുഴപ്പമായി. കിഴക്കോട്ട് കാല്, വടക്കോട്ട് കാല്, തെക്കോട്ട് തല, പടിഞ്ഞാട്ട് തല, ഇങ്ങനെ കിടന്നു പോയി പാവം. ഇന്ദ്രനോ ശുശ്രൂഷിച്ചു നല്ലോണം. ഉറക്കം വരാൻ എന്തൊക്കെ വിദ്യ ചെയ്യേണ്ടത്, കാല് തലോടെ വെച്ചാൽ അത് പലതരത്തിലുണ്ട്. പാട്ട് പാടുക വെച്ചാൽ അതൊക്കെ ചെയ്തു. എന്തായാലും നന്നായിട്ട് കിടന്നുറങ്ങി. ഉറങ്ങിയപ്പോഴോ എല്ലാ വ്രതങ്ങളും തെറ്റിപ്പോയി. വ്രതം തെറ്റിക്കഴിഞ്ഞാൽ ഫലം വിപരീതം എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ദ്രൻ ഈ ഉറങ്ങിയതായിട്ടുള്ള ദിതിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവിടെ തേജസ്വിയായിട്ടുള്ള ഈ ഭ്രൂണത്തെ ആയിരുന്നു, വലിയ താമസമൊന്നുമില്ല, പ്രസവിക്കാറായിരുന്നു. ആ ഉണ്ണിയെ 7 ആക്കിയിട്ട് ഭാഗിച്ചു എന്നാ. തൻ്റെ വജ്രായുധം കൊണ്ട് 7 ആക്കിയിട്ട് ഭാഗിച്ചു. മറ്റെല്ലാ പുരാണത്തിലും ഈ ഉണ്ണി കരഞ്ഞു കഴിഞ്ഞപ്പോൾ വീണ്ടും 7 ആയിട്ട് ഭാഗിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 7 എന്നുള്ളതാണോ അതിൽ കൂടുതലുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ നിർത്തിയില്ല. ഈ 7 പേരും വായുക്കളാണ് എന്നും അത് ആവഹൻ, പ്രവഹൻ, സംവഹൻ, ഉദ്വഹൻ, വിവഹൻ, പരിവഹൻ, പരാവഹൻ, ഇങ്ങനെ 7 പേര് വായുക്കളാണ് എന്നും അത് ഓരോ ലോകത്തും ഊർധ്വലോകങ്ങളിലാണ് എന്ന് പറയുന്നുണ്ട്. അന്തരീക്ഷമായിട്ടും സ്വർഗത്തിലായിട്ടും അങ്ങനെ മുകളിലേക്ക് പോകണം. ഏതായാലും അങ്ങനെ 7 ഭാവത്തിൽ വന്നു എന്നാണ്. അപ്പം അത് തന്നെ ഇപ്പോൾ 7 × 7 49. അഗ്നി ആയാലും ഇതേപോലെ തന്നെ. ആഹവനീയാഗ്നി, ഗാർഹപത്യഗ്നി, പിന്നെ പവമാന, ശുചി, ഇങ്ങനെയൊക്കെ 7 ഉണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള ഒരു ഭാവത്തിൽ 7 ആക്കുമ്പോൾ ഈ ഭ്രൂണം കരഞ്ഞു എന്നാ. കരഞ്ഞപ്പോൾ മാരുതോ മാരുതശ്ചേതി ഗർഭം ശക്രോഭ്യഭാഷത, ഇങ്ങനെ പറഞ്ഞിട്ട് കരയരുത് കരയരുത് എന്ന് ആ ഗർഭത്തോട് ശക്രൻ പറഞ്ഞു, ഇന്ദ്രൻ പറഞ്ഞു. എന്നിട്ടോ ബിഭേദ ച മഹാതേജ രുദന്തമഭിവാസവ, ഈ ശക്രൻ ഇന്ദ്രൻ എന്ത് ചെയ്തു? കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതിനെ കരയണ്ട കരയണ്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും കഷ്ണാക്കിയെന്ന. ഇങ്ങനെയുണ്ട്. സ്വതേ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരാണ്. ദേവന്മാരൊരിക്കലും ഈ പ്രവൃത്തി ചെയ്യാൻ പാടില്ല. മദ്യം കുടിക്കാൻ പാടില്ല, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അങ്ങനെ അനവധി ഉണ്ട് നിയമങ്ങളെ. അതൊക്കെ തെറ്റിക്കണ്ട ഈ ദേവന്മാരെ. പക്ഷേ സൂത്രക്കാരനായിട്ടുള്ള ഈ ദേവേന്ദ്രൻ വരം വാങ്ങിയിട്ടുണ്ട്. എന്ത്? എത്ര കാലമാണോ ഇന്ദ്രപദവി വേണ്ടത് അത്രയും കാലം അവർക്ക് മൃത്യു ഇല്ല, കഷ്ടതകളില്ല എന്ന് പറഞ്ഞിട്ടില്ല. വളരെയധികം ദുഃഖങ്ങൾ ദേവന്മാർ അനുഭവിക്കുന്നുണ്ട്. മരണമില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാ മരിക്കുക ഭേദം. സ്വതേ അപമാനമാണല്ലോ ഏറ്റവും വലിയ മരണം. എന്നാൽ മരിക്കുക ഭേദം. അപമാനം സഹിക്കാൻ പറ്റില്ല. ആ അപമാനമാണ് ഈ ഗൗതമൻ്റെ പത്നിയായിട്ടുള്ള അഹല്യയെ പ്രാപിച്ചപ്പോൾ ഇന്ദ്രന് കിട്ടിയത്. സഹസ്രാക്ഷൻ, 1000 കണ്ണുകൾ ദേഹത്തിൽ ഭഗം ആയിട്ട് വന്നു എന്നാ, യോനി രൂപത്തിൽ. അതിനെ പിന്നെ കണ്ണാക്കി മാറ്റി, ഇത്രയേ ഉള്ളൂ. ഏതായാലും വളരെ മോശമാണ് ആ ഒരു അവസ്ഥ. അഹല്യാചാര എന്ന് വിളിച്ചാൽ, അഹല്യാചാര എന്ന് നമ്മൾ ഒരു തവണ പറഞ്ഞാൽ ഇന്ദ്രൻ്റെ ഒരു ശാപം വെച്ചാൽ ഒരു
അത് കുറയും. അങ്ങനെയാണ് നമ്മൾ ആ പാപം ഏറ്റെടുക്കാൻ വേണ്ടി വരും. അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് വിളിക്കുക വെച്ചാൽ ഇന്ദ്രൻ്റെ സന്തോഷവും നമുക്ക് നഷ്ടമാണ്. അപ്പം അതുകൊണ്ട് വിളിക്കരുത് എന്നാണ് നിയമം. എന്തായാലും അവിടെ വൃത്രനെ വധിച്ചു കഴിഞ്ഞപ്പോൾ ബ്രഹ്മഹത്യാപാപം ഉണ്ടായത് ഒന്നല്ല രണ്ടെണ്ണ. ആദ്യത്തേത് വിശ്വരൂപൻ എന്നുള്ള ആ ഒരവസ്ഥ വന്നു. രണ്ടാമത്തേത് വൃത്രനെ കൊന്നപ്പോഴും വന്നു. 2 സഹോദരന്മാരെയാണ് വധിച്ചത്. രണ്ടും ബ്രഹ്മഹത്യാപാപ. 1000 കൊല്ലം അപ്പോഴും വേണ്ടി വന്നു. ആഹാരം ഇല്ലാതെ കണ്ട, നിദ്ര ഇല്ലാതെ കണ്ട, ഒറ്റയ്ക്ക് താമരത്തണ്ടിൽ ലക്ഷ്മി ഇരിക്കുന്ന താമരത്തണ്ടിൽ സരസിൽ, മാനസ സരസിൽ വേണ്ടി വന്നു. അപ്പോൾ ഇന്ദ്രൻ എന്നൊരവസ്ഥ കുറച്ച് കടുപ്പാണ്. മരിക്കൂല്ല, ദുഃഖങ്ങളൊക്കെ സഹിക്കും വേണ്ടി വരും. അവമാനം നല്ലോണം വരും, വിശപ്പ് നല്ലോണം സഹിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ്. ഏതായാലും ഈ ഞങ്ങളെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് കരഞ്ഞ അവരെ കരയണ്ട എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. മുറിച്ച് 7 ആക്കി. അങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ ഇനി അവർ നമ്മളെ ദ്രോഹിക്കില്ല എന്നുള്ളൊരു ഭാവത്തിലേക്ക് എത്തിച്ചതിൻ്റെ ശേഷം ഞങ്ങളെ കൊല്ലണ്ടാട്ടോ ഏട്ടാ, ഞങ്ങൾ അങ്ങയുടെ സഹോദരന്മാരാണ്, മരുത്തുക്കളാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ ശരി, നിങ്ങൾ മരുത്തുക്കൾ എന്ന പേരിൽ വായുക്കളാണ് മരുത്തുക്കളായത്, അപ്പോൾ മരുത്തുക്കൾ എന്ന പേരിൽ അറിയപ്പെടട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇന്ദ്രൻ പുറത്തേക്ക് വന്നത്. പിന്നെ ഇവരും പുറത്തേക്ക് വന്നു. കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു ഇന്ദ്രൻ ദിതിയോട്. അപ്പോൾ ദിതി പറഞ്ഞത് നിൻ്റെ കുറ്റമല്ല, അതുകൊണ്ട് നിൻ്റെ സഹോദരങ്ങളായിട്ട് ഇവർ വന്നോട്ടെ, നീ ഇവരെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് സഹായിച്ചു, അല്ലെങ്കിൽ അനുഗ്രഹിച്ചു. അപ്പോൾ അസുരന്മാർ ജനിക്കേണ്ടതിന് പകരം ദേവന്മാരായിട്ട് ജനിച്ചു. അവർ ദ്യോവിൽ സഞ്ചരിക്കട്ടെ, ഒരു വിഭാഗം ആൾക്കാർ ദ്യോവിൽ സഞ്ചരിക്കട്ടെ. അപ്പോൾ 7 ലോകത്തിലെ 7 ഗണ അധ്യക്ഷന്മാരായിട്ട്, വായുക്കളുടെ ഗണാധ്യക്ഷന്മാരായിട്ട്. അപ്പോൾ 7 ഗണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 7 ഗണങ്ങളുടെ ഈ ഗണനാഥന്മാരെയാണ് ആവഹൻ, പ്രവഹൻ, സംവഹൻ, ഉദ്വഹൻ, വിവഹൻ, പരിവഹൻ, പരാവഹൻ എന്ന് 7 വായുക്കളായിട്ട് അതിവിശ്രുതന്മാരായിട്ട് ഇരിക്കട്ടെ എന്നെല്ലാം അവിടെ അനുഗ്രഹിച്ചു എന്നാണ്. അതേപോലെ തന്നെ മാരുത എന്ന് പറഞ്ഞുകൊണ്ട് മാരുതർ, മരുത്തുക്കൾ എന്ന് അവർ യശസ്വികളായി തീർന്നു. അവരെല്ലാവരും ഈ പറഞ്ഞതുപോലെ തന്നെ ഭവിക്കും, സംശയമില്ല. ദിതിക്ക് സുഖമുണ്ടാവട്ടെ, ദിതിയുടെ ഈ ആത്മജന്മാർ ദേവന്മാരായിട്ട് എല്ലാ ദിക്കിലും എന്നും എല്ലാവർക്കും സഹായം ചെയ്തുകൊണ്ടിരിക്കും എന്നെല്ലാം അവിടെ ഇന്ദ്രനാൽ പറയപ്പെടുകയും ചെയ്തു. ദിതിയും അത് സമ്മതിച്ചു. ഇങ്ങനെ ആ തപോവനത്തിൽ വെച്ച് അമ്മയും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയായി എന്ന് സാരം. ശ്രീരാമനോട് പറയുകയാണ് വിശ്വാമിത്രൻ, എവിടെയാണോ ഈ ഇന്ദ്രൻ ഇങ്ങനെ ദിതിയെ സഹായിച്ചത്, എവിടെയാണോ ദിതി ഇങ്ങനെ തപസ് ചെയ്തത്, ആ സ്ഥലമാണ് ഈ വിശാല. ഇക്ഷ്വാകു വംശത്തിൽ പരമധാർമ്മികനായിട്ട് അലംബുഷ എന്ന അപ്സരസിൻ്റെ പുത്രനായിട്ട് വിശാലൻ എന്ന പേരിൽ ഒരു രാജാവുണ്ടായി. അദ്ദേഹമാണ് വിശാല എന്ന ഈ പട്ടണം നിർമ്മിച്ചത്. അത് ഈ ദിതി തപസ് ചെയ്തതായിട്ടുള്ള ഒരു പുണ്യഭൂമിയാണ്. അപ്പോൾ വിശാലൻ്റെ പുത്രൻ മഹാബലനായിട്ടുള്ള ഹേമചന്ദ്രൻ്റെ പുത്രൻ സുചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പുത്രൻ ധൂമ്രാശൻ, പിന്നെ വിശ്രുതൻ, പിന്നെ ധൂമ്രാശൻ്റെ മകൻ സൃഞ്ജയൻ, പിന്നെ സൃഞ്ജയൻ്റെ മകൻ സഹദേവൻ്റെ പുത്രൻ കുശാശ്വൻ്റെ പുത്രൻ സോമദത്തൻ്റെ പുത്രൻ കാകുത്സ്ഥൻ. അങ്ങനെ പുത്രപരമ്പര കുറേ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുത്രൻ സുമതിയുടെ രാജ്യഭരണം വളരെ ഗംഭീരമായിരുന്നു. ഇക്ഷ്വാകുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിശാല എന്ന ഈ പുരി വൈശാലിയായി. എല്ലാ രാജാക്കന്മാരും ദീർഘായുസ്സുകൾ, മഹാത്മാക്കൾ, വീരവാന്മാർ, ധാർമ്മികർ, അങ്ങനെ എല്ലാ ഗുണങ്ങളും ഉള്ളവരാണ്. ഇങ്ങനെ ഒരു രാത്രി സുഖമായിട്ട് ഈ ജനക മഹാരാജാവിനെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ അവിടെ രാത്രിയായപ്പോൾ വിശാലയിൽ തങ്ങി എന്നാണ്. വിശ്വാമിത്രനും രാമലക്ഷ്മണന്മാരും അവിടെ കിടന്നുറങ്ങി.
അങ്ങനെ വിശ്വാമിത്ര മഹർഷി വന്നു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ മഹാതേജസ്വിയായിട്ടുള്ള ഈ സുമതി മഹാരാജാവ് അവിടെ അദ്ദേഹത്തിനെ വന്ന് കണ്ടു, പൂജിച്ചു, കുശലാന്വേഷണാദി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് അങ്ങ് വന്നു എന്നത് സന്തോഷമായി, എനിക്ക് എൻ്റെ രാജ്യത്തെ പുണ്യമാക്കാൻ സാധിച്ചു എന്നെല്ലാം ഗംഭീരമായിട്ട് തന്നെ സ്തുതിച്ചു. 2 പേരെയും 3 പേരെയും ഒരേപോലെ. ഇതാ ഇപ്പം ഞാൻ ധന്യനായിരിക്കുന്നു, ഇനി ഞാൻ എന്താ ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു എന്നാണ്. അപ്പോൾ ആ സ്വീകരണം പരസ്പരം കുശലാന്വേഷണം ചെയ്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു എന്ന ആ ഭാവം വരെയാണ് ഈ 47ാമത്തെ സർഗം വരെ പറഞ്ഞു വെച്ചത്. ഇനി അവിടുന്ന് അങ്ങോട്ട് ജനക മഹാരാജാവിൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിപ്പോൾ ബാലകാണ്ഡത്തിലെ കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശ്വാമിത്രൻ താടകാവധമൊക്കെ കഴിച്ചതിന് ശേഷം അങ്ങനെ പോകുന്ന രംഗമാണ്. 77 സർഗങ്ങളുണ്ട്. അതിലിപ്പോൾ 47 സർഗം ഇപ്പോൾ കഴിഞ്ഞു. ഇനിയൊരു 30 സർഗം കൂടിയും ഈ ബാലകാണ്ഡം തന്നെയാണ്. നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്തേൽ പറയാം. ഇനി ജനക മിഥിലാപുരിയിലേക്ക് പോകുന്നതായിട്ട് രംഗങ്ങളാണ്. നമുക്കത് കേൾക്കാം, നാളെ കേൾക്കാം. സർവത്ര ശ്രീരാമനാമ കീർത്തനം ജയ ജയ രാമ രാമ, ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ, ശ്രീ ആഞ്ജനേയ സ്വാമി കി ജയ്. ശ്രീരാമ രാമ രാമ, ശ്രീ സീതാരാമേന്ദ്രാഭ്യാം നമോ നമഃ.